പണം തരാതെ മുങ്ങിയവന്റെ ബോർഡും വെച്ചോണ്ട് ഞാൻ എന്തിന് എന്റെ കെട്ടിടം വെറുതെ ഇടണം? ഞാൻ അവന്റെ മോഡും കൂടുമൊക്കെ വലിച്ചെറിഞ്ഞു. ഇത് ഞാനേ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പോവാ. കുറച്ചു കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും. ഇല്ല, പാർവതി മരിച്ചാലും അത് മായില്ല. പിന്നെ ഇതൊന്നും കണ്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. ഗിരിയേട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് തന്നെ നടക്കും. അപ്പൊ അവര് പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ദൈവമേ, പാർച്ചേച്ചി ആ സിദ്ധാർത്ഥന്റെ അടുത്ത് തന്നെയാവും പോയത്. ഗിരീട്ടനായിരിക്കും ആരും അറിയാതെ പാർച്ചേച്ചി അയാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ദൈവമേ, ഇനി ഇവിടെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്? മോളെ റാണി, നിനക്ക് എന്തെങ്കിലും അറിയാവോ? മോളോട് പാറു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്കറിയാവുന്നത് ഞാൻ എങ്ങനെ പറയും? ഞാനത് പറഞ്ഞ എന്റെ ഏട്ടനത് ദോഷമായി മാറില്ലേ? ആലോചിച്ച് നോക്കും മോളെ, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക്. ഇല്ല അപ്പച്ചി, എനിക്കൊന്നും അറിയില്ല. എന്റെ കരുനീലി കവലമ്മേ, പാറുവിനെ ഞാൻ ഇനി എവിടെ പോയി തിരയും? എങ്ങനെ അന്വേഷിക്കും? മുഹൂർത്തത്തിന് മുൻപ് അവൾ ഇവിടെ എത്തിയില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. അപ്പച്ചി, ഇന്ദ്രനോടും അവന്റെ വീട്ടുകാരോടും എന്ത് മറുപടി പറയും? അപ്പച്ചി, എനിക്കൊന്നും അറിയില്ല. എന്റെ ദൈവമേ. ചേച്ചി, ചേച്ചി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ കല്യാണം മുടങ്ങുമല്ലേ? അപ്പൊ ഇനി ഗിരീട്ടനും പാർച്ചച്ചും കൂടെ ഒളിച്ചോടിയതായിരിക്കോ? മിണ്ടല്ലേ, നമുക്ക് നോക്കാം. എന്തായാലും ഈ കല്യാണം നടക്കില്ല. പാറു, അന്ന് വെച്ചിരുന്ന ബോർഡൊന്നും കാണാനില്ലല്ലോ. ഇതും പൂട്ടിയോ? ഇതാണ് നമ്മുടെ സ്വന്തം ക്ലിനിക്, SP ക്ലിനിക്. S ഫോർ സിദ്ധാർത്ഥ്, P ഫോർ പാർവതി. എങ്ങനെയുണ്ട്? I can't believe this. പാർവതിയുടെ സ്വപ്നമായിരുന്നില്ലേ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാന്നുള്ളത്? ഇത് യാഥാർത്ഥ്യമാകുന്നു. ഇവിടെയും പൂട്ടിയിട്ടിരിക്കുക. എന്തൊക്കെയായി സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗിരിയേട്ട. പാറു, നമ്മളിനി എങ്ങോട്ട് പോകും? എവിടെ പോയി എന്ന് വെച്ചിട്ടാ ഡോക്ടറെ തിരക്കുന്നത്? ആരോട് ചോദിക്കും?
എന്താ ചെയ്യാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് പാർവതിയുടെ കൺസൾട്ടേഷൻ റൂം. ഇരിക്കെ. വാ. ആരാ? ഞങ്ങള് സിദ്ധാർത്ഥൻ ഡോക്ടറിനെ അന്വേഷിച്ചു വന്ന. അയാളുടെ പേഷ്യന്റ് ആണോ? അല്ല. പിന്നെ പിന്നെ അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ പരിചയം? അത് അയാളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മറ്റോ ആണോ? അല്ല. സുഹൃത്തുക്കളും അല്ല, ബന്ധുക്കളും അല്ല, പേഷ്യൻസും അല്ല. പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? എന്തിനാ അയാളെ കാണുന്നേ? ഓ, എന്നെ പോലെ നിങ്ങളെ അവൻ ചതിച്ചിട്ടുണ്ടാവും അല്ലേ? അതുകൊണ്ടാവും നിങ്ങൾ അവനെ അന്വേഷിച്ചു വന്നതല്ലേ? ചതിയോ? എന്ത് ചതി? അവനെ ഒരു അസൽ ഫ്രോഡാ. ഡോക്ടറല്ലേ, ഒരു മാന്യനല്ലേ എന്ന് വിചാരിച്ച ഈ കെട്ടിടം ക്ലിനിക്ക് നടത്താൻ വാടകയ്ക്ക് കൊടുത്തത്. അഡ്വാൻസ് ചോദിച്ചപ്പോ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് നീട്ടി അങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ അഡ്വാൻസും ഇല്ല, വാടകയില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ മുങ്ങുകയും ചെയ്തു. ഡോക്ടറാണ് പോലും, ഡോക്ടർ. അവൻ ഡോക്ടറൊന്നുമല്ല, തട്ടിപ്പുകാരനാ. സ്വന്തം തന്തയും തള്ളയും പോലും ചതിക്കാൻ മടിയില്ലാത്തവനാ. പണം തരാതെ മുങ്ങിയവന്റെ ബോർഡും വെച്ചോണ്ട് ഞാൻ അതിന് എന്റെ കെട്ടിടം വെറുതെ ഇടണം? ഞാൻ അവന്റെ മോഡും കൂടുമൊക്കെ വലിച്ചെറിഞ്ഞു. ഇത് ഞാനേ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പോവാ. കുറച്ചു കഴിഞ്ഞ് അവരിങ്ങോട്ട് വരും. അതെ, നിങ്ങളുടെ കാശ് വല്ലതും പറ്റിച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് പോയെന്ന് കരുതിയാ മതി. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. അവൻ ഡോക്ടറൊന്നുമല്ല, തട്ടിപ്പുകാരനാ. സ്വന്തം തന്തയും തള്ളയും പോലും ചതിക്കാൻ മടിയില്ലാത്തവനാ.